ഇടി സത്യം പറഞ്ഞാൽ അന്ന് ആ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടത് മുതൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിലേക്കൊക്കെ ചാടിക്കയറിയത്. പ്രേമം പൈങ്കിളിയല്ലേ? അതെ. അത് മൊത്തം ക്ലീശയാണോ? അതെ. എന്നിട്ടും ആളുകൾ ഇപ്പോഴും പ്രേമിക്കുന്നില്ലേ? അതെ. അതിന് കാരണമെന്താ? ഇത്തരം സിമ്പിൾ സംഭവങ്ങൾ കളറായാണ് പ്രേമലുവിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കളറുള്ള രസികൻ പടമാണ് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന പ്രേമലു. ന്യൂജൻ പിള്ളേരുടെ പ്രേമവും ജീവിതവും നല്ല കളറായി പറഞ്ഞ് മലയാളിയുടെ മനസ്സിൽ കയറിക്കൂടിയ ഗിരീഷ് ഏടി ഇത്തവണയും പ്രതീക്ഷ തെറ്റിച്ചിട്ടില്ല. അന്തം മാത്രമല്ല, പിന്നെ മണ്ടനും കൂടി ആക്കും. ഹൈദരാബാദിൽ നിന്ന് ഇപ്പം മാറിക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. ബിടെക് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും ലോകത്തേക്കാണ് പ്രേമലു കണ്ണു തുറക്കുന്നത്. ആലുവക്കാരനായ സച്ചിൻ സേലത്ത് നിന്ന് കോഴ്സ് കഴിഞ്ഞ് ഗേറ്റിന് തയ്യാറെടുക്കാൻ ഹൈദരാബാദിലെത്തുന്നു. കോളേജും സ്കൂളും നാട്ടിലെ ഇട്ടാവട്ടങ്ങളിൽ പൂർത്തിയാക്കിയ റീനു ജീവിതം എക്സ്പ്ലോർ ചെയ്യാനായി ഹൈദരാബാദിൽ ജോലി സംഘടിപ്പിച്ചെത്തുന്നു. സമാന്തര രേഖയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ടുപേർ കണ്ടുമുട്ടുന്നിടത്താണ് പ്രേമലു ഫുൾ കവറിൽ ടേക്ക് ഓഫ് ആകുന്നത്. നസ്ലിൻ, മമിത, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, ഷമീർ ഖാൻ, അഖില ഭാർഗവൻ എന്നിവരുടെ കിടിലൻ പ്രകടനങ്ങളാണ് പ്രേമലുവിനെ കളറാക്കുന്നത്. ഇവർ തമ്മിലുള്ള കോമ്പിനേഷനുകളിൽ ഏതാണ് മികച്ചതെന്ന് പറയാവുന്നത് എളുപ്പമല്ല. എല്ലാ കഥാപാത്രങ്ങൾക്കും കൃത്യമായ വ്യക്തിത്വവും വ്യക്തതയുമുണ്ട്. അതുകൊണ്ടുതന്നെ ഒരു കഥാപാത്രം പോലും മറ്റൊരാളുടെ നിഴലായി നിൽക്കുന്നില്ല. സച്ചിൻ്റെയും റീനുവിൻ്റെയും റൊമാൻസാണ് മുഖ്യപ്രമേയമെങ്കിലും സംഗീതിൻ്റെ അമൽ ഡേവിസിനോടും അഖിലയുടെ കാർത്തികിയോടും ശ്യാമോഹൻ്റെ ആദിയോടും ഷമീർ ഖാന്റെ സുബിനോടും പ്രേക്ഷകർക്ക് ഇഷ്ടവും അടുപ്പവും തോന്നുന്നു. തിരക്കഥയുടെ ബ്രില്യൻസിനൊപ്പം അഭിനേതാക്കളുടെ കൃത്യതയാർന്ന പ്രകടനം കൊണ്ടുകൂടിയാണ് പ്രേമലു വ്യത്യസ്തമാകുന്നത്. ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാനൊഴിച്ച്.